10 കൊല്ലം കൊണ്ട് ഭരണം ഒരു ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായി, ജനങ്ങളുടെ മൊത്തം ബുദ്ധിമുട്ടുണ്ടായി. കോൺഗ്രസ് മന്ത്രിസഭ വരാൻ ഇനി ഒരു പാടുമില്ല, 90% വരും. അവർ പിണറായി വീണ്ടും നിർത്തുകയല്ലേ? നല്ലത്. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഒരു ചെറിയ മുന്നേറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. നമ്മളെല്ലാം അത് കണ്ടത് തന്നെയാണ്. സീറ്റ് പിടിച്ചത് BJP ആണെന്നുണ്ടെങ്കിലും വോട്ടിംഗ് ശതമാനത്തിൽ ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്നത് കോൺഗ്രസ് തന്നെയാണ്. തുടർന്ന് മുന്നോട്ടുള്ള യാത്രയിലും കോൺഗ്രസിന്റെ ഈ ഐക്യത നിലനിർത്തുകയാണെങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉറപ്പായിട്ടും കോൺഗ്രസിന് ഒരു ഭരണം കാഴ്ചവെക്കാനാകുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഇത് സാധാരണക്കാർക്ക് എങ്ങനെയാണ് അവരുടെ വിശ്വാസം? അല്ലെങ്കിൽ കോൺഗ്രസ് വരുമോ ഇല്ലയോ, അല്ലെങ്കിൽ ഇനിയും വീണ്ടും LDFന്റെ ഒരു തുടർഭരണം തന്നെയാകുമോ കേരളത്തിൽ എന്നുള്ളത് നമുക്ക് ഇവിടുത്തെ ജനങ്ങളോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. സാധാരണക്കാർക്ക് അറിയാൻ പറ്റുമല്ലോ അതിൻ്റെ ഒരു പൾസ് എങ്ങനെയാണെന്നുള്ളത്. 10 കൊല്ലം കൊണ്ട് ഭരണം ഒരു ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായി, ജനങ്ങളുടെ മൊത്തം ബുദ്ധിമുട്ടുണ്ടായി. 10 വർഷം കൊണ്ട് ഇവർ ഒരുപാട് ചെയ്തേക്കെന്ന് പറയുന്നു. അതെ, പക്ഷേ എല്ലാ സ്ഥലങ്ങളിലും ഒന്നും ക്ലിയർ ആയിട്ടില്ല. അല്ല, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പക്ഷേ കോൺഗ്രസിന് ഒരു മുന്നേറ്റം ഉണ്ടാകുമെന്ന് തോന്നുന്നുണ്ടോ? കറക്റ്റാണ്, ഉണ്ടാവും, ഉണ്ടാകണം. അല്ലേ? കാരണം ഭരണമാറ്റം എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. നമ്മളെ കൊച്ചിയിലെ നമ്മൾ പഠിച്ചത് ഇന്ദിരാഗാന്ധി, നെഹ്റു, രാജീവ് ഗാന്ധി, അവരൊക്കെ രക്തസാക്ഷിയായില്ലേ? അതെ. പക്ഷേ അവരൊക്കെ പിൻഗാമികൾ ഇനിയുണ്ട്. അവർക്കിപ്പോൾ മരിക്കാൻ പേടിയില്ല. രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും മരിക്കാൻ പേടിയില്ല. ഇവരെല്ലാം കണ്ടും വലിയ കുടുംബമാണ്. അവരെ വല്ലാനൊന്നും ഇന്ത്യയിൽ ആരുമില്ല, പോലും ഇല്ല. അപ്പം അതുകൊണ്ട് അവരെയൊക്കെ താഴ്ത്തി കെട്ടാൻ പാടില്ല. അത് മോദി ആയാലും ഏത് നമ്മൾ കേരളത്തിലും മാർക്സിസ്റ്റ് പാർട്ടി ഒന്നുമല്ല, പൊളിറ്റിക്സ് സ്പീക്കിംഗ്. അതെ. പക്ഷേ എന്ത് പറഞ്ഞാൽ വെച്ചാൽ കോൺഗ്രസ് 10 വർഷം കൊണ്ട് ഒരു മാർക്സിസ്റ്റ് പാർട്ടി ഭരിച്ചു, പിണറായി ഭരിച്ചു. ഇവർ എന്തൊക്കെ നേട്ടമാണ് ചെയ്തത് പറയും. ഇപ്പോൾ ഈ ശബരിമല അയ്യപ്പനെല്ലാം കൊണ്ടുപോയി, അത് വലിയൊരു വിഷയം തന്നെയാണ് മലയാളികൾക്കും വിശ്വാസികൾക്കും. അയ്യപ്പനെ മോട്ടിച്ചോണ്ട് ഇനി അയ്യപ്പനെ കൊണ്ടുവരുന്ന കൊള്ളാം, കൊണ്ടുപോയോ ഇല്ലെന്നുള്ളൊരു സംശയമാണ് ഇപ്പോൾ എല്ലാവർക്കും. ഇത് കാണി ഇന്ന് വരെ എത്രയും മുഖ്യമന്ത്രിമാർ ഭരിച്ചിട്ടും ഇതാ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കരുണാകരൻ, അച്യുതാനന്ദൻ, EK നായനാർ, ഇതെല്ലാം ഭരിച്ച് നമുക്കൊരു മോഷണം ഉണ്ടായിട്ടില്ല. അതെ, ഇതുവരെ ഇല്ലാത്തൊരു പ്രശ്നമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ പിണറായി ഭരിച്ചപ്പോൾ ഈ സംഭവം ഉണ്ടായത് എന്ത് പറയാ? പക്ഷേ അത് ആർക്കും അത് സഹിക്കാൻ പറ്റില്ല. നമ്മൾക്കത് തലയടിച്ച് മരിക്കണം. കോൺഗ്രസ് മന്ത്രിസഭ വരാൻ ഇനി ഒരു പാടുമില്ല, 90% വരും. ഇപ്പോഴത്തെ ഭരണത്തിനൊരു മാറ്റം ഉണ്ടായി കോൺഗ്രസിന് എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. സാധ്യത ഇപ്പോൾ കൂടുതൽ കോൺഗ്രസിനാണെന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് ഉണ്ടാവും എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി ആരായിരിക്കണം എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയെ കുറിച്ച് ഇപ്പം നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല. എന്നാലും സാധ്യത എന്ന് പറയാൻ ആരുമില്ല. ഇല്ല, VD സതീശനെ ഒന്നും ഉദ്ദേശിക്കുന്നില്ല. ഇല്ല, വന്നിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. അങ്ങനെയല്ല, VD സതീശൻ അതിനേക്കാളും കുറച്ചുകൂടെ യോഗ്യനായിട്ടുള്ളത് രമേശ് ചെന്നിത്തലയാണ്. തീർച്ചയായിട്ടും. അപ്പം അതായത് കുറച്ചും കൂടെ അറിവും കാര്യങ്ങളും ഒക്കെ അറിയാന്നുള്ളത് അദ്ദേഹത്തിനായിരിക്കും. കുറേ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പിന്നെ എന്താണ് അനുഭവങ്ങൾ, രാഷ്ട്രീയ അനുഭവങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ പുള്ളിക്കായിരിക്കും കുറച്ചുകൂടെ മുൻഗണന കൊടുക്കേണ്ടതെന്നാണ് എൻ്റെ ഒരു നിലപാട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കോൺഗ്രസിന് ഒരു ചെറിയ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. അത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമോ? പ്രതീക്ഷിക്കേണ്ട. ഇല്ല. അപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അവർക്കായിരിക്കും ചാൻസ്. ആണല്ലേ? മൂന്നാമതും തുടർ ഭരണം തന്നെ വരുമെന്നുള്ളതാണ് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി ആരായിരിക്കും എന്നുള്ളതാണ്. അവർ പിണറായി വീണ്ടും നിർത്തുകയല്ലേ? അപ്പം അദ്ദേഹം തന്നെ വീണ്ടും വരുമെന്നുള്ളതാണ്. കോൺഗ്രസിന് ഒരു ചാൻസും ഇല്ല എന്നുള്ളതാണോ? പക്ഷേ ഇപ്പോൾ സീറ്റ് പിടിച്ചതിനേക്കാളും വോട്ടിംഗ് ശതമാനം കോൺഗ്രസിനാണ് കൂടുതൽ. 2ാം സ്ഥാനമേ ഇടതുപക്ഷത്തിന് വരുന്നുള്ളൂ. ലോക്സഭ, അസംബ്ലി, സന്ദേശം എല്ലാം ഇങ്ങനെ കയറി ഇറങ്ങി വ്യത്യാസമല്ലേ? അസംബ്ലി ഇത്രയും സീറ്റ് പിടിച്ചെടുത്ത് ലോക്സഭ സീറ്റ് എത്ര പിടിക്കുമ്പോൾ അതേപോലെ മറിഞ്ഞ് വരുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നില്ല ആരും. മാറ്റം പ്രതീക്ഷിക്കുന്നില്ല. ഈ പെൻഷനും അതും ഇതൊക്കെ ഇപ്പൊ ഇങ്ങനെയൊക്കെ വന്നോണ്ട് പൊതുവെ പാവപ്പെട്ടവർക്കൊരു താങ്ങും തണലും ആണല്ലേ? അതുകൊണ്ട് സർക്കാരിനെ കൈവിടാൻ വയ്യ എന്ന് ആണ് പൊതു അഭിപ്രായവും സംസാരവും. ശരി. തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഒരു ചെറിയ മുന്നേറ്റമൊക്കെ കാണിക്കുന്നുണ്ട്. ഇത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഉണ്ടാവോ? അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവില്ല. ഒരു ഭരണം കോൺഗ്രസിന്റെ പ്രതീക്ഷിക്കേണ്ട എന്നുള്ളതാണ്. മാറ്റം എന്തായാലും ഉണ്ടാവോ? അങ്ങനെ അതായത് ഇപ്പോഴത്തെ ഒരു തുടർ ഭരണം തന്നെ കോൺഗ്രസിന്റെ രീതി വെച്ചിട്ട് അപ്പോൾ അടുത്ത ഇടതുപക്ഷത്തിന്റെ
അവർ തന്നെ വരട്ടെ എന്നുള്ളത്. അവർ തന്നെ വരണം.